കാട്ടാക്കട താലൂക്ക് ആശുപത്രി ബഹുനില മന്ദിരത്തിലേക്ക് 7 നിലകളുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മലയിൻകീഴ് മണിയറവിളയിലെ താലൂക്ക് ആസ്ഥാന ആശുപത്രി മാറുന്നതോടെ മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ള മണ്ഡലമായി കാട്ടാക്കട മാറുകയാണ്. വരുന്ന ജനുവരി 27 വൈകിട്ട് 5 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ആശുപത്രി നാടിന് സമർപ്പിക്കും. നേരത്തെ നെയ്യാറ്റിൻകരയും ആശ്രയിച്ചുകൊണ്ടിരുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതൊന്നും പോവാതെ ഇവിടെ തന്നെ എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ താലൂക്ക് ആശുപത്രി വരുന്നതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾക്കെല്ലാം വലിയൊരു ഗുണമുണ്ടാവും. ഈ ഏരിയ വലിയൊരു വികസനമായിട്ട് മാറും. അത്യാഹിത വിഭാഗം, റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, ഫാർമസി എന്നിവ പുതിയ മന്ദിരത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കും. വിവിധ ഒപികൾ, ദന്തചികിത്സാ യൂണിറ്റ് എന്നിവ 1-ാം നിലയിലും 2-ലും 3-ലും 8 കിടക്കകൾ വീതമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും 2 വീതം വാർഡുകളും ഉണ്ടാകും. ഫെബ്രുവരിയോടെ പ്രവർത്തന സജ്ജമാകുന്ന ആശുപത്രിയുടെ നിർമ്മാണം പൂർണ്ണമായും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർവഹിച്ചിരിക്കുന്നത്. 23.3 കോടി രൂപയാണ് പദ്ധതി ചെലവ്. നിലവിൽ 1.3 കോടി ചെലവിൽ നിർമ്മിച്ച ഡയാലിസിസ് യൂണിറ്റും ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റുകൾ, ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ലാബ് എന്നിവയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നിലവിൽ ഹെമറ്റോളജി അനലൈസർ, ബയോകെമിസ്ട്രി അനലൈസർ, ഹോർമോൺ അനലൈസർ എന്നീ മെഷീനുകൾ ഉപയോഗിച്ച് കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് സേവനം നൽകാൻ സാധിച്ചു വരുന്നു. കാട്ടാക്കട മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലേക്ക് താലൂക്ക് ആശുപത്രി മാറുന്നതോടെ പൂവണിയുന്നത്.